എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജഗതി ശ്രീകുമാറിന് വാഹനാപകടം സംഭവിക്കുന്നതിൻ്റെ തലേ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച് സംവിധായകൻ എം പത്മകുമാർ. തലേദിവസം രാത്രി 2 മണി വരെ ചാലക്കുടിയിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നെന്നും പിറ്റേ ദിവസം ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടതെന്നുമാണ് സംവിധായകൻ പറയുന്നത്. എൻ പത്മകുമാർ സംവിധാനം ചെയ്ത തിരുവമ്പാടി തമ്പ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടയ്ക്കാണ് നടൻ ജഗതി ശ്രീകുമാറിന് വാഹനാപകടം സംഭവിച്ചത്. തീർത്തും ഞെട്ടിക്കുന്ന അപകട വാർത്തയായിരുന്നു അത്. തലേദിവസം രാത്രി 2 മണി വരെ ചാലക്കുടി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുമ്പോൾ നെടുമുടി വേണിച്ചേട്ടൻ പറഞ്ഞു, അമ്പിളി നീ ഇപ്പോൾ പോകണ്ട, രാവിലെ പോകാമെന്ന്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും വേറെ ആരെങ്കിലും അശ്രദ്ധമായാൽ പോരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താൻ സ്ഥിരമായി യാത്ര ചെയ്യുന്നതല്ലേ എന്നായിരുന്നു ജഗതി ചേട്ടൻ്റെ മറുപടി. അടുത്ത ദിവസം ഞങ്ങൾ എഴുന്നേറ്റത് ആ ദുഃഖവാർത്ത കേട്ടാണ്. അന്ന് പോലും ഇത്രത്തോളം പോകുമെന്ന് ആരും കരുതിയില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ മറ്റൊരാളെ വെച്ചാണ് ഡബ് ചെയ്തത്. അദ്ദേഹത്തെ വെച്ച് ഒരു ഗാനരംഗവും ചില സീനുകളും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയാണ് സിനിമ റിലീസ് ചെയ്തത്, എൻ പത്മകുമാർ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ജഗതി ശ്രീകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, മലയാള സിനിമയ്ക്ക് ഭയങ്കര നഷ്ടമാണ് സംഭവിച്ചത്. കോമഡിയായിട്ടും വില്ലനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള നടനാണ്. ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. അതിനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. വളരെ ആരോഗ്യത്തോടെ നടക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കാര്യം ഉണ്ടായത്. ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. ഒരു നടനെ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടെ പ്രായമായി, ഇത്രയും വർഷമായില്ലേ, കുറച്ചുകൂടെ ആരോഗ്യം, അദ്ദേഹം പണ്ടത്തേനേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യം വെച്ചെങ്കിൽ പോലും അഭിനയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ആയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. കാരണം നമ്മൾ നടനായിട്ട് ഒന്നും അദ്ദേഹത്തെ കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ആരോഗ്യത്തോടെ വരുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.